വയനാട് ദാസനക്കര വിക്കാലത്ത് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞു. പാതിരി റിസർവ് ഫോറസ്റ്റിന് സമീപത്തെ കൃഷിയിടത്തിലാണ് കാട്ടാന ചെരിഞ്ഞത്. ഇന്നലെ രാത്രിയോടെയാണ് കാട്ടാനയ്ക്ക് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റത് എന്നാണ് സൂചന. വനപാലകർ സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇന്നലെയാണ് കാട്ടാനയ്ക്ക് വൈദ്യുതാഘാതമേറ്റത്. എന്താണിപ്പോൾ വനം വകുപ്പ് ഇക്കാര്യത്തിൽ പറയുന്ന വിശദീകരണം? ചെതലയം റേഞ്ചിൽ ഉൾപ്പെട്ട പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ദാസനക്കര വിക്കലം എന്ന പ്രദേശത്താണ് കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ കാട്ടാന ഉള്ളതിന് തൊട്ടു പിറകിലായി ഒരു വൈദ്യുത തൂണുണ്ട്. ആ തൂണിലൂടെ പോകുന്ന കമ്പിയിൽ ആണ് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ സമീപത്ത് ഇപ്പോൾ പ്രദേശവാസികളുമൊപ്പം വനംവകുപ്പിൻ്റെ ജീവനക്കാരുമുണ്ട്. ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. രാത്രിയോടുകൂടി ഈ മേഖലയിലെത്തിയ കാട്ടാന സമീപത്തെ ഒരു തെങ്ങ് മറിച്ചിട്ടു. ആ തെങ്ങ് മറിഞ്ഞു വീണത് ഈ കൃഷിയിടത്തിലൂടെ പോകുന്ന ഒരു വൈദ്യുത ലൈനിന് മുകളിലേക്കാണ്. ആ വൈദ്യുത ലൈൻ പൊട്ടി വീഴുകയും അതിൽ ആന വന്ന് തട്ടുകയും പിന്നീടാണ് ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ തൊട്ട് അടുത്ത് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ഈ പോകുന്ന വൈദ്യുത ലൈനുണ്ട്. ആ വൈദ്യുത ലൈനോട് ചേർന്ന് കിടക്കുന്ന തെങ്ങുണ്ട്. ആ തെങ്ങ് മറിഞ്ഞു വീണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവർ. ഇപ്പോൾ വനം വകുപ്പ് ജീവനക്കാരോട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. സ്വകാര്യ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എപ്പോഴാണ് കാട്ടാനയ്ക്ക് ഷോക്കേറ്റത് എന്നതിനെപ്പറ്റി കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. സ്ഥിരമായി ഈ മേഖലയിൽ ഇറങ്ങുന്ന ആനയാണ്. 3 മാസങ്ങൾക്ക് മുൻപും ഈ പ്രദേശത്തിന് സമീപത്തുള്ള മറ്റൊരിടത്ത് ഒരു കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. കുർവാദ്വീപ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പാതിരി റിസർവ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുകയും പിന്നീട് കാട്ടാന ഷോക്കേറ്റ് ചെരിയാനും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്ഥിരമായി ഇറങ്ങുന്ന ആനയാണല്ലേ? സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ആനയാണ്. എപ്പോഴായിരുന്നു സംഭവം? ഇത് രാവിലെ അറിയുന്ന സ്ഥലത്തിൻ്റെ ഉടമ കാണുന്നതാണ്. അവരാണ് ആനയാണോ? അത് പ്രശ്നക്കാരൻ തന്നെ. എല്ലാ ദിവസവും 2-3 പ്രാവശ്യം വരും. അവർ ഓടിച്ചു കയറ്റിവിട്ട് പിന്നെയും തിരിച്ചു വരും. ഇന്നലെ രാത്രി ഈ ആന ഇറങ്ങിയിരുന്നു. ഇത് രാത്രി ഇറങ്ങിയതാണ്. രാത്രി ഇറങ്ങി ആദ്യം ഓടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് വന്നാണോ? രാത്രി ആദ്യം പടക്കം പൊട്ടിച്ചവർ ഓടിച്ചു കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും വന്നതാണ്. എന്നിട്ട് വന്ന് തെങ്ങ് പടത്തിയിട്ട് ചുറ്റിക്കിറങ്ങി വന്നപ്പോഴാണ് ഷോ കേൾക്കുന്നത്. ഈ തെങ്ങ് വീണത് ലൈനാലേക്കാണ്. അങ്ങനെയാണ് കമ്പി കത്തി ഇട്ട് ചാടി പോകുന്നത്. പീസ് പോകാത്തതുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്നത്. പ്രദേശവാസി പറഞ്ഞതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ ഈ ആനയുടെ ചുറ്റും ബാൻഡ് കെട്ടി അങ്ങോട്ടുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ സമീപത്തായി വനം വകുപ്പ് ജീവനക്കാരുണ്ട്. അല്പസമയത്തിനുള്ളിൽ വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് അടക്കമുള്ള സംഘം ഈ മേഖലയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. സ്ഥിരമായി ഈ മേഖലയിൽ ഒന്നിൽ കൂടുതൽ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അതിനിടയിലാണ് ഈ ഒറ്റയാനായി എത്തുന്ന ഈ കൊമ്പനാന ഇന്ന് പുലർച്ചയോടുകൂടി ഷോക്കേറ്റ് ഇവിടെ ചരിഞ്ഞതെന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എപ്പോഴാണ് കാട്ടാന ചരിഞ്ഞത് എന്നതിനെപ്പറ്റി കൂടുതൽ കൃത്യമായ വിവരങ്ങൾ വരികയുള്ളൂ. വനംവകുപ്പ് ജീവനക്കാർ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. സ്മൃതി.